സ്വപ്നം കണ്ടു. അമ്മേ, ഹലോ ഹലോ, ആ അതെ, ആര്? ഇയാൾക്ക് ഇതിന് ഒച്ച കേട്ട ലോക്കം വരും. ഹലോ, ഓ ആർക്കവാള് പോലെയാ പിന്നെ ഈ സാധനം ഇവിടെ എടുത്ത് കളഞ്ഞാലും ശരിയാവുള്ളൂ. ഹലോ, ആ അതെ, സുജയ ചത്തിട്ടില്ല. അതെന്നല്ലേ പറയണേ, ചത്തിട്ടില്ലാന്ന്. അത് ഞാൻ എങ്ങനെ പറയാ, ഞാൻ കണിയാനൊന്നുമല്ല. ഹലോ ഹലോ, ഇവനൊക്കെ എത്ത്. ആരോടാ നീ ഫോണിൽ കൂടെ അംഗം? മസ്കറ്റീന്ന് ഗീതമായുടെ നായർ. മുത്തശ്ശി ഇന്ന് ചാകുമെന്ന്. അതെനിക്ക് എങ്ങനെ അറിയാം? ഈ സാധനത്തിന് കിടക്കി കിടന്ന ചൊറിയോ? അത് പോയി കിടക്കാൻ മുറ മുത്തശ്ശ. വായി പൊളിച്ച് എന്ത് ശേല. പുലിയോ? മോനെ ഗംഗാര, ഗംഗാര കഴിഞ്ഞോ? എന്ത് അമ്മായി ഇന്ന് രാവ് വെളുപ്പിക്കില്ലാന്ന് പണിക്കര് പറഞ്ഞല്ലേ സുനന്ദ പറയണേ? അതൊക്കെ ഈശ്വരൻ വിചാരിക്കുമ്പോ നടക്കട്ടെ. താൻ അകത്ത് പോയി നല്ല കിടക്കയിൽ സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കോ. ആവുമ്പോ വിളിക്കാം. മണി 11:20. 12 കഴിഞ്ഞ പഞ്ചമം. പഞ്ചമത്തിൽ എന്തെങ്കിലും സംഭവിച്ച 5 മരണം എന്നാ. അതെ, അതെനിക്ക് പേടി. പേടിക്കണം? ഞാനിതിനെ പേടിക്കണേ. ഷുഗർ കൺട്രോൾ, പിന്നെ ഇത്തിരി കൊളസ്ട്രോൾ ഉണ്ട്. അപ്പൊ ബി പി അതിനെല്ലാം മരുന്ന് കഴിക്കുന്നേ. ചാവാൻ ഒരു പനി വന്നാ മതി. ഏയ്, ശ്രീധരമാമക്ക് ഇപ്പൊ എത്രയായി വയസ്സ്? എനിക്ക് വയസ്സ് എത്ര ആയിക്കോട്ടെ, ഞാൻ ചിലതൊക്കെ കണ്ടിട്ടേ പോവും എന്റെ ഗംഗാര. ഞാനും ചെല്ല്. മുത്തശ്ശി, മുത്തശ്ശി, ഞാൻ വിട്ടു. വെരി ഗുഡ്. ഹരി, താങ്ക് യു നിന്നു ചേച്ചി. എനിക്ക് ലൈഫ് കിട്ടി. നോക്കട്ടടി. അയ്യടാ, എന്നിട്ട് കെട്ടിയോ കുറഞ്ഞു കൊടുക്കാനല്ലേ? അത് വേണ്ടേട്ടാ. അതിനുള്ള ബുദ്ധിയൊന്നുമില്ല. അത് കറക്റ്റ്. ഗീതേ, സുരേഷ് വിളിക്കണോ തന്നെ? ഇപ്പോഴോ? പിന്നെ വിളിക്കാൻ പറ. അവൻ നാളെ പുറപ്പെടണോ വേണ്ടോ എന്ന് വരാൻ പറ ശ്രീധര മാമ. വന്നാ വെറുതെ ആവുമെന്നാ ചോദിക്കണേ. വെറുതെ ആവുന്നോ? കഴിഞ്ഞ തവണ ലക്ഷ്മിക്ക് സൂക്കട് കൂടുതലാന്ന് അറിയിച്ച് വന്നിട്ട് ചത്തില്ലല്ലോ. വരവ് വേസ്റ്റായി. ഇത്തവണ മരിച്ചിട്ട് വന്നാ പോരേന്ന്. ശ്രീധരമാമ എന്തായി പറയണേ? അവൻ ഉദ്ദേശിക്കുന്നതിന്റെ അർത്ഥം ഞാനീ പറയണേ. എന്ത് മര്യാദകളടി നിന്റെ ഭർത്താവ് പറയണേ? ആര് പറഞ്ഞു അവനോട് ഇങ്ങോട്ട് വരാൻ? അവൻ വരണ്ട. എന്റെ അമ്മ മരിച്ചാലും വരണ്ട. ഫോൺ കട്ട് ചെയ്ത ശ്രീധര മാമ? ഇല്ല, അപ്പൊ വിളിക്കും. കളിയുടെ രസം കളഞ്ഞു. നിങ്ങൾ കളിച്ചോ രസിച്ചോ, പക്ഷേ ഒരാൾ ഇന്നോ നാളെയോ പറഞ്ഞ് കിടക്കുന്നുണ്ട്. അവളോട് ഇത്തിരി മര്യാദ കാട്ടിയ നല്ലത്. ഹരി, നമ്മളിപ്പോ എന്താ മര്യാദയോട് കാണിച്ചേ? അമ്മയ്ക്ക് സുഖമില്ല, വയസ്സായി. ചെയ്യാനുള്ളതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അല്ലാതെ സദാസമയവും ഇത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? എന്തായാലും സുരേഷേട്ടൻ നാളെ ഇങ്ങോട്ട് പുറപ്പെട്. എയർപോർട്ടിലേക്ക് വണ്ടി അയക്കണോ? ശരി. എന്താ ഇത്തിരി അങ്ങോട്ട് നീങ്ങി കിടന്നേ. അമ്മ, അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല. പണിക്കര് പറഞ്ഞത്? ഞാൻ ജോലിസയല്ല പറഞ്ഞത്, മെഡിക്കൽ സയൻസ്. പൾസ് റേറ്റ് കൂടി. നമ്മൾ വെറുതെ ലീവ് എടുത്തു വന്നത് നഷ്ടം. സാരില്ല, താൻ കിടന്നു. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഒരുപാട് പേഷ്യൻസ് ഉള്ളതാ. ഇന്നും 2 സിസേറിയൻ ഉണ്ടായിരുന്നു. എത്ര കാശാ നഷ്ടം. कर्तव्यं दैवमान्धिकम्
എങ്ങനെയുണ്ട് എന്റെ വീട്? വാ. अच्छा എന്താ പേടിച്ച് നിക്കണേ? വാ. ये आपका घर है? കേട്ടോടി ലച്ചു, നിന്റെ അമ്മയ്ക്ക് വിശ്വാസം പറഞ്ഞില്ല. നമ്മളെ കേട്ടു ഇവിടെ. പിന്നെ ഇത് നമ്മുടെ വീടല്ലേ? അച്ഛന്റെ അമ്മയുടെയും ലച്ചുന്റെയും ചിന്നുന്റെയും വീട്. അറിയാൻ ഞങ്ങൾ എവിടെയാ? इसकी അറിയാനങ്ങൾ. ഏയ് എന്താ വേണ്ടേ? എന്താ വേണ്ട നിങ്ങക്ക്? ഇവിടുന്ന് ആരാണാവോ? ഞാൻ ആരെങ്കിലും ആയിക്കോട്ടെ, ആരെ കണ്ടേ? എല്ലാരെയും കാണണം. എന്താ കാര്യം? കാര്യമുണ്ടല്ലേ കാണാൻ പറ്റുള്ളൂ. അതെ, ഒരു വീട്ടിലേക്ക് വരുമ്പോ ഇത്തിരി വകതിരിവ് വേണം. നേരം വിളിക്കുമ്പോഴേക്കും പെണ്ണും പെടക്കോഴി. ഒരു 10 മണിയായിട്ട് വാ. നമുക്ക് കണി കൊള്ളാം. അല്ല, കുട്ടിയുടെ പേരെന്താ? താനെന്തിനാ എന്റെ പേരറിയണേ? കുട്ടിയുടെ അച്ഛന്റെ പേരെന്താ? ആ, എനിക്ക് അച്ഛനില്ല. ഓ, അമ്മയുടെ പേരോ? അമ്മയില്ല. കുട്ടി ഇവിടുത്തെ ആരാ? ഞാൻ ഇവിടുത്തെ വേലക്കാരിയാ. എന്താ? അല്ല, ഇതൊക്കെ ചോദിക്കാൻ താനാരാണാവോ? ഞാനൊരു മനുഷ്യൻ. ഓ, മനുഷ്യനാണോ? ഞാൻ വിചാരിച്ചു വല്ല നായോ നരിയോ മറ്റോ ആണെന്ന്. ഇത് ഇവിടുന്ന് കുറ്റിയും കുറച്ച് വരണമാവോ? സുജേ, ആരാ അത്? ആ, ഒരു മനുഷ്യനാന്നാ പറയണേ. ശ്രീധരൻ മാമ. എന്ത് ചതിയാടാ നായിന്റെ മോനെ നീ ചെയ്തത്? ശ്രീധരൻ മാമേ, ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കായിരുന്നില്ലടാ. വന്നൂലോ, മരിക്കണതിന് മുമ്പ് അവർക്കൊന്ന് കാണാൻ പറ്റൂലോ. അതും സാധിക്കുമെന്ന് അറിയില്ല. ഇന്നൊക്കെ 7 ദിവസമായി ഒരു വാക്ക് മിണ്ടിയിട്ട്, കണ്ണൊന്ന് തുറന്നിട്ട്. നിന്റെ അമ്മ. ലക്ഷ്മി, നിന്റെ മോൻ വന്നു. അവനെ ഒന്ന് കാണണ്ടേ നിനക്ക്? അമ്മേ, ഞാൻ വന്നു. നിന്റെ രവിയാ. അമ്മേ, മനസ്സിലായിട്ടുണ്ടാവില്ല. ഇനി മതി, അധികം ശല്യപ്പെടുത്തണ്ട. ഇത്തിരി ശല്യപ്പെട്ടോട്ടെ, സ്വന്തം മോനാ. ആരായാലും എനിക്കിന്റെ ഡ്യൂട്ടി ചെയ്യണം. ഹോം നേഴ്സാ. ആ രവി, ഇതാരൊക്കെയാ നോക്കി? സുനന്ദേ, കരയാതെ. ഞാൻ വന്നില്ലേടി? എന്നാലും 10-18 കൊല്ലായിട്ട് ഞങ്ങളെയൊക്കെ ഇങ്ങനെ മറന്നൂല്ലോ. രവിയേട്ടനെന്ന് സന്തോഷമായി. നീ എന്താ ഒന്നും വേണ്ടാത്തെ? ഓർക്കുണ്ടോ രവിയേട്ടനെ? ഓ, ഭാര്യ മക്കളൊക്കെ ഉണ്ടോ? ഏട്ടാ, അപ്പോ മറന്നിട്ടില്ല. എന്തിനിപ്പോ അങ്ങോട്ട് പോന്നെ? അച്ഛൻ മരിച്ചപ്പോ ഒന്ന് അറിയിക്കാൻ. അച്ഛന്റെ കാര്യം പോട്ടെ, അച്ഛൻ നിന്റെ ശത്രുവായിരുന്നല്ലോ. ഞങ്ങളോ പാവം അമ്മയെ പോലും മറന്നില്ലടാ നീ. കഴിഞ്ഞതൊക്കെ പോട്ടെ രാജേന്ദ്ര. വന്നൂലോ അവൻ. ലക്ഷ്മിക്ക് ഭാഗ്യമുണ്ട്. ഭാഗ്യം കണ്ടാ തിരിച്ചറിയുന്ന ആർക്കറിയാം. ആ, ഇനി എല്ലാവരും ദേവി ഒരു മുറിയിൽ നിന്ന് പോണം. പേഷ്യന്റിന് വെറുതെ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കരുത്. യൂറിൻ ഉണ്ടായിട്ടില്ല ഡോക്ടർ ഇതുവരെ. ഓ, ആ, ഇനി നിങ്ങളൊക്കെ ഒന്ന് ഒഴിഞ്ഞു കൊടുത്തേ.